ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഓ എന്തൻ ബേബി എന്ന മൂവിയാണ്. ലൈഫിൽ എപ്പോഴെങ്കിലും നമുക്ക് ആരോടെങ്കിലും ഒക്കെ പ്രണയം തോന്നും. അങ്ങനെ നമ്മുടെ നായകനും പ്രണയത്തിലാകുന്നു. എന്നാൽ അവന്റെ ദേഷ്യം ആ പെൺകുട്ടിയുമായിട്ടുള്ള അവന്റെ ബന്ധം തന്നെ ഇല്ലാതാക്കുകയാണ്. കുടുംബ ബന്ധമാണെങ്കിലും പ്രണയബന്ധമാണെങ്കിലും അമിതമായ ദേഷ്യം എങ്ങനെ ബന്ധങ്ങളെ തകർക്കുന്നു എന്നതാണ് ഈ ഒരു മൂവിയിലൂടെ കാണിക്കുന്നത്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സിനിമ ആക്ടറായ വിഷ്ണു വിശാലിനെയാണ്. തുടർച്ചയായി ക്രൈം ത്രില്ലേഴ്സും പോലീസ് വേഷങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം വിഷ്ണുവിന് എന്തെങ്കിലും ഒരു ലവ് സ്റ്റോറി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ടൈമിലാണ് വിഷ്ണുവിന്റെ അടുത്തേക്ക് നമ്മുടെ നായകനായ അശ്വിൻ ഒരു കഥയുമായിട്ട് വരുന്നത്. എന്നാൽ അശ്വിൻ കൊണ്ടുവന്നതും ഒരു ത്രില്ലർ കഥയായിരുന്നു. താൻ ഇനി അടുത്തെങ്കിലും ത്രില്ലർ എടുക്കുന്നില്ല, നിങ്ങളുടെ കയ്യിൽ ലവ് സ്റ്റോറി ഉണ്ടെങ്കിൽ അത് പറയാനാണ് അയാൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ അവന്റെ കയ്യിൽ അപ്പോൾ ലവ് സ്റ്റോറി ഉണ്ടായിരുന്നില്ല. അവൻ വിഷമിച്ച് അവിടെ നിന്നും പോകാൻ തുടങ്ങി. വിഷ്ണുവിന്റെ അസിസ്റ്റന്റ് വന്ന് അവനോട് സംസാരിക്കുന്നുണ്ട്. നല്ല ലവ് സ്റ്റോറി എന്തെങ്കിലും കൊണ്ടുവന്നാൽ മാത്രമേ നിനക്ക് ഇവിടുന്ന് ഡേറ്റ് കിട്ടൂ, അല്ലാതെ ഈ ത്രില്ലറും കൊണ്ടുവന്നു കഴിഞ്ഞാൽ സാർ ഇനി എടുക്കില്ല. അത് മാത്രമല്ല, സാറിനെ ഇങ്ങനെ എപ്പോഴും വന്ന് കാണാനും പറ്റില്ല. വന്ന അവസരം പാഴാക്കണ്ട എന്ന് കരുതിയിട്ട് അവൻ തന്റെ മനസ്സിൽ ആലോചിക്കുന്നു. അവന്റെ മൈൻഡിൽ പെട്ടെന്ന് അവന്റെ ലൈഫിൽ കടന്നുപോയ കുറെ കാര്യങ്ങൾ കടന്നു വരികയാണ്. തന്റെ അടുത്തൊരു ലവ് സ്റ്റോറി ഉണ്ടെന്നും പറഞ്ഞ് അവൻ ഓടിച്ചെന്ന് വിഷ്ണുവിനോട് ആ ലവ് സ്റ്റോറി പറയാൻ ആരംഭിച്ചു. ഇത്ര പെട്ടെന്ന് നിനക്ക് എവിടെ നിന്ന് ഈ സ്റ്റോറി കിട്ടിയെന്നാണ് അയാൾ ചോദിക്കുന്നത്. അതെന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നതാ, പക്ഷെ ഞാൻ വിട്ടുപോയതാ, ഇപ്പോഴാ ഓർത്തതെന്ന് അവൻ പറയുന്നു. അങ്ങനെ അശ്വിൻ അവന്റെ തന്നെ കഥ വിഷ്ണുവിനോട് ഒരു സ്റ്റോറി ആയിട്ട് പറയുകയാണ്. അശ്വിന്റെ അച്ഛൻ ചെറിയൊരു ബിസിനസ്സുകാരനാണ്. അയാൾ തന്റെ പ്രോഡക്ട്സ് ഒക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അത് വിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അയാൾക്ക് ജോത്സ്യത്തിൽ അത്യധികം വിശ്വാസം ഉണ്ടായിരുന്നു. ജോത്സ്യൻ എന്തു പറയുന്നു അതനുസരിച്ച് അയാൾ ലൈഫിൽ തീരുമാനങ്ങളെല്ലാം തന്നെ എടുക്കൂ. അശ്വിന്റെ അമ്മ ഒരു ബാങ്ക് എംപ്ലോയി ആണ്. അത് മാത്രമല്ല, വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് അവരെപ്പോഴും ടയേർഡായിരിക്കും. അശ്വിന്റെ അമ്മയും അച്ഛനും തമ്മിൽ ഒട്ടും തന്നെ ചേർച്ചയില്ല, എപ്പോഴും വഴക്കാണ്. അത് കാരണം അവന് വീടിനകത്ത് ഒരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. അശ്വിന്റെ അച്ഛൻ തന്റെ ഗവൺമെന്റ് ജോലി കളഞ്ഞിട്ട് അയാളുടെ ബിസിനസ്സിലോട്ട് മുഴുവനായിട്ട് ഇറങ്ങാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. അയാളോട് ജോത്സ്യൻ അങ്ങനെ പറഞ്ഞു എന്നാണ് അയാൾ പറയുന്നത്. അതിന്റെ പേരിൽ ഇവർ തമ്മിൽ ആകെ വഴക്ക്. ദേഷ്യം വരുമ്പോൾ അച്ഛനമ്മയെ അടിക്കുകയും ചെയ്യും. പല ദിവസങ്ങളിൽ ആഹാരം ഉണ്ടാക്കില്ല. അവൻ പലപ്പോഴും തലേന്നത്തെ ചോറുമായിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. പേരൻസിന്റെ വഴക്ക് കൂടിക്കൂടി വന്നതോടുകൂടി അശ്വിന് ദേഷ്യം വന്നിട്ട് അവിടെ ഇരുന്ന് ഏതോ ഒരു സാധനം എടുത്തു പൊട്ടിക്കുന്നു. ആ സമയത്ത് അവർ രണ്ടുപേരും വഴക്ക് നിർത്തി. അവിടേക്ക് വന്ന് അവനെ ഒന്ന് നോക്കിയ ശേഷം രണ്ട് വഴിക്ക് പോയി. പിന്നീട് അവന് തോന്നാൻ തുടങ്ങി, ഇതുപോലെ അവർ വഴക്കിടുമ്പോൾ എന്തെങ്കിലും സാധനം എടുത്ത് പൊട്ടിച്ചാൽ മതി, അപ്പോൾ അവരുടെ വഴക്ക് അവർ നിർത്തിക്കൊള്ളും. അതവൻ പിന്നീട് ശീലമാക്കുകയും ചെയ്തു. അവൻ ആകെ സന്തോഷം അവന്റെ അച്ഛന്റെ അനുജനായ മുരളിയെങ്കിൽ വരുമ്പോൾ മാത്രമായിരുന്നു. അയാളൊരു സിനിമാ തിയേറ്ററിലെ മാനേജറാണ്. ഈ വീട്ടിലെ അവസ്ഥയൊക്കെ കാരണം അവൻ പലപ്പോഴും മുരളിയങ്കലിനോട് പറയും എന്നെ സിനിമാ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ ഇയാളുടെ കൂടെ തിയേറ്ററിൽ പോയി അവന് മൂവിയിലെല്ലാം നല്ല ഇൻട്രസ്റ്റ് ആയി. അവനും ഒരു വലിയ തിരക്കഥാകൃത്താകണമെന്നായിരുന്നു ആഗ്രഹം. തന്റെ ലൈഫിലും ഒരു പ്രണയമൊക്കെ വേണമെന്ന് അവൻ അവന്റെ അങ്കിളിനോട് പറയുന്നു. പക്ഷെ എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ഒരു പെൺകുട്ടി എനിക്ക് ആവശ്യമില്ല. ഞങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹിക്കുക മാത്രമേ ചെയ്യാവൂ. അനാവശ്യമായിട്ട് ഒരു വഴക്കും ഉണ്ടാക്കാൻ പാടില്ല. കാരണം എന്റെ അച്ഛനും അമ്മയും എപ്പോഴും വഴക്കാണ്. അതുപോലൊരു ബന്ധം എനിക്ക് വേണ്ട. പിന്നീട് കാണിക്കുന്നത് അശ്വനെ അവന്റെ കൂട്ടുകാരന്റെ സ്നേഹമാണ്. ഇവർ രണ്ടുപേരും അവിടെ നിൽക്കാൻ നേരത്ത് ഇവരുടെ സീനിയറായ രവീണ എന്ന് പറയുന്ന പെൺകുട്ടി അതുവഴി പോകുന്നുണ്ട്. അശ്വിന്റെ വീടിന്റെ അടുത്തേക്ക് പുതുതായിട്ട് താമസം മാറി വന്നതായിരുന്നു രവീണ. അവനെ കണ്ടതും അവൾ ഹായ് പറയുന്നു. ഭയങ്കര സെക്സി ലുക്കിലൊക്കെയായിരുന്നു അവൾ നടക്കുന്നത്. പിറ്റേന്ന് അശ്വിന്റെ അമ്മ ഇവരുടെ വീട്ടിലേക്ക് കുറച്ച് മാമ്പഴം കൊടുത്തു വിടുന്നുണ്ട്. അശ്വിൻ ആ മാമ്പഴമായിട്ട് നേരെ രവീണയുടെ വീട്ടിലെത്തുന്നു. രവീണയാണ് വാതില് തുറക്കുന്നത്. അവള് ഭയങ്കര മോഡേണൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ ധരിച്ച് ഇവന്റെ മുൻപിൽ ഇരിക്കുകയായിരുന്നു. ഒരുതരം കാമത്തോടു കൂടിയാണ് അവൾ അവനെ നോക്കുന്നത്. അവന്റെ സീനിയർ ആയതുകൊണ്ട് തന്നെ രവീണയെ അവനാകട്ടെ ചേച്ചിന്ന് വിളിക്കുന്നു. എന്നാൽ അവള് പറയുന്നുണ്ട്, നീ ഇനി എന്നെ ചേച്ചിന്ന് വിളിക്കണ്ട, എന്നെ രവീണ എന്ന് വിളിച്ചാൽ മതിയെന്ന്. പിന്നീട് പലപ്പോഴായി ഇവർ കണ്ടുമുട്ടുന്നു. ഇടയ്ക്ക് അവളാകട്ടെ അവന് ലിഫ്റ്റും കൊടുക്കാറുണ്ട്. ആ ടൈമിൽ അവളാകട്ടെ അവനോട് തന്റെ തോളിൽ കൈവച്ചുകൊള്ളാനും പറയുന്നുണ്ട്. ഒരു ദിവസം അവള് അവന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അവനോട് പറയുന്നുണ്ട്, രാത്രി ആരും കാണാതെ നീ ടെറസിന്റെ അടുത്തേക്ക് വരണമെന്ന്. പറഞ്ഞ പോലെ അവൻ ചെന്ന് കഴിയുമ്പോൾ അവളാകട്ടെ ആ ഡോറ് ക്ലോസ് ചെയ്ത് ആരെങ്കിലും വരുവാണെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ബക്കറ്റൊക്കെ വെക്കുന്നു. എന്നിട്ട് മുകളിൽ കയറിയിരുന്ന് അവനോട് സംസാരിക്കുന്നു. കുറച്ചുനേരം അവന്റെ ചുണ്ടിലേക്കൊക്കെ നോക്കിയിട്ട് നീ ആരെങ്കിലും കിസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ലാന്ന് അവൻ പറഞ്ഞതും അവളാകട്ടെ അവന്റെ ലിപ്പിലേക്ക് കിസ് ചെയ്യുന്നു. പിറ്റേന്ന് ഈ സംഭവങ്ങളെല്ലാം തന്നെ അവൻ രശ്മിയോട് പറയുന്നു. അവൾക്ക് എന്തായാലും എന്നോട് പ്രണയമാണെന്നാണ് അശ്വിൻ പറയുന്നത്. പിന്നീട് പലതവണ ഇവർ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവൻ ആത്മാർത്ഥമായിട്ട് അവളെ പ്രണയിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവരുടെ വീട്ടിലേക്ക് എന്തോരു സാധനം കൊണ്ടുകൊടുക്കാൻ അവൻ ചെല്ലുമ്പോൾ കാണുന്നത് രവീണയുടെ പ്രണയം വീട്ടിലറിഞ്ഞിട്ട് അവളെ വഴക്ക് പറയുന്നതാണ് കേൾക്കുന്നത്. അശ്വിൻ വിചാരിക്കുന്നു അശ്വിനെയും രവീണയും പറ്റിയുള്ള കാര്യങ്ങളാണ് ഇവളുടെ വീട്ടുകാരെ അറിഞ്ഞിരിക്കുന്നതെന്ന്. എന്നാൽ പെട്ടെന്ന് അവള് പറയുന്നത് അവൻ കേൾക്കുന്നു. ഞാൻ എന്തൊക്കെ വന്നാലും ക്രിസ്റ്റഫറിനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നാണ് അവള് പറയുന്നത്. അത് കേട്ടതും അശ്വിൻ ഞെട്ടി. അവളുടെ ലൈഫിൽ മറ്റൊരു പുരുഷനുണ്ട്. അങ്ങനെയുള്ളപ്പോൾ തന്നെയാണ് അവൾ ഇവനുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവൾക്ക് ഇവനോട് പ്രണയമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവള് വെറുതെ ഇവനെ യൂസ് ചെയ്യുകയായിരുന്നു. പിറ്റേന്ന് സ്കൂളിലെത്തി കഴിയുമ്പോൾ അവനത് ചോദിക്കാൻ അവളടുത്ത് ചെല്ലുകയും ചെയ്യുന്നുണ്ട്. നിനക്ക് എന്നോട് പ്രണയമൊന്നും തന്നെയില്ലേ? അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ പിന്നെന്തിനാ നീ എന്നെ കിസ് ചെയ്തത് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. എന്നാൽ അവൾ അവനെ വഴക്ക് പറഞ്ഞു ഓടിക്കുകയാണ്. ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ അവൻ ആകെ തകർന്നുപോയി. കുറച്ചുനാൾ അതിന്റെ ഡിപ്രഷനിലൊക്കെ ആയിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് വീട് മാറി
പോയതോടുകൂടിയാണ് അവൻ ഒന്ന് റിലാക്സ് ആയത്. പിന്നീട് അവന് രവീണയെ കാണേണ്ടി വന്നിട്ടില്ല. ഈ പറഞ്ഞ രവീണയായിരുന്നു അവന്റെ ആദ്യത്തെ പ്രണയം. ഇനി അവൻ കഥ പറയാൻ പോകുന്നത് അവന്റെ മൂന്നാമത്തെ പ്രണയമാണ്. അതിന്റെ ഇടയ്ക്കുള്ള ഒരു പ്രണയത്തിന്റെ കഥ അവൻ പിന്നീട് പറയും. അവൻ മൂന്നാമത് പ്രണയിച്ച പെൺകുട്ടിയുടെ പേര് മീര എന്നാണ്. അവന്റെ കോളേജിലെ ബെസ്റ്റ് ഫ്രണ്ടായ അഞ്ജലിയുടെ കസിൻ ആയിരുന്നു മീര. അഞ്ജലിയുടെ വീട്ടില് ഒരു ഫംഗ്ഷന് വന്നതായിരുന്നു അശ്വിനും രശ്നിയും. രശ്നിക്ക് കുറച്ച് കാലങ്ങളായിട്ട് അഞ്ജലി ഇഷ്ടമാണ്. അത് രശ്നിയുടെ അഞ്ജലിയുടെയും വീട്ടുകാർക്കെല്ലാം തന്നെ അറിയാം. എന്നാൽ ഈ ഒരു ഒക്കേഷനിൽ വെച്ചിട്ടാണ് രശ്ന അഞ്ജലിയെ പ്രപ്പോസ് ചെയ്യുന്നത്. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടാണ് രശ്ന അഞ്ജലിയെ പ്രപ്പോസ് ചെയ്യുന്നത്. അവൻ പറയുന്ന ഡയലോഗ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഏത് പെൺകുട്ടിയും വീണു പോകും. മീര വരെ അത്ഭുതപ്പെട്ടുപോയി. അഞ്ജലി ആകട്ടെ അത് കേട്ട ഉടനെ അവനോട് ഓക്കെ പറയുകയും ചെയ്തു. എന്നാൽ അഞ്ജലി രശ്നയോട് ചോദിക്കുന്നുണ്ട്, ഇത്ര റൊമാൻറ്റിക് ലൈനൊക്കെ നിനക്ക് ആരാ പറഞ്ഞു തന്നതെന്ന്. രശ്ന പറയുന്നുണ്ട് അതെല്ലാം തന്നെ അശ്വിന്റെ പണിയാണെന്ന്. മീര അശ്വിനെ നോക്കുന്നു. ഇത്രയും നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവനും നല്ലൊരു വ്യക്തിയായിരിക്കുമെന്ന് മീര വിചാരിക്കുന്നു. മീരയ്ക്ക് പതിയെ അശ്വിനോട് ഒരു അട്രാക്ഷൻ തോന്നുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും സംസാരിച്ച് പരസ്പരം പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. മീര ഒരു ഡോക്ടറായിരുന്നു. അച്ഛൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയി. അവൾക്കിപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ. അവളൊരു US റെസിഡന്റ് കൂടിയായിരുന്നു. അവിടുത്തെ പാസ്പോർട്ട് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് അത് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ അവിടേക്ക് പോകും. അങ്ങനെ ഇവർ 4 പേരും സിഗരറ്റൊക്കെ വലിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ആഹാരം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോകാൻ തുടങ്ങി. മീരയാകട്ടെ അശ്വിനോട് പറയുന്നുണ്ട് ഗോപ്സ് നീയും വാ എന്ന്. തന്നെ അവൾ ഗോപ്സ് എന്ന് വിളിച്ചത് എന്തിനാണെന്ന് അവന് മനസ്സിലായില്ല. ആഹാരം കഴിക്കാൻ ചെന്നിരുന്നപ്പോ മറ്റുള്ളവര് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നതിന് മുൻപ് തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് അശ്വിൻ ഓർഡർ ചെയ്യുന്നു. ഇവിടെ ഈ ഡിഷായിരിക്കും നല്ലതെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് അഞ്ജലിയാകട്ടെ മീരയോട് പറയുന്നുണ്ട് നിനക്കൊന്നും തോന്നരുത്, ഇവൻ സാധാരണ ഇങ്ങനെയാണെന്ന്. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അവൻ തന്നെ ഒരു ഡിസിഷൻ എടുത്ത് അതങ്ങ് ഓർഡർ ചെയ്യും. പക്ഷെ അത് കേട്ടിട്ട് മീര പറയുന്നുണ്ട് എനിക്കതിലൊരു പ്രശ്നമില്ല. ചില കാര്യങ്ങളിൽ എന്റെ ലൈഫിൽ മറ്റൊരാൾ നല്ല ഡിസിഷൻ എടുക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. മീരയ്ക്ക് അശ്വിനോട് അട്രാക്ഷൻ തോന്നിയെന്നുള്ള കാര്യം അഞ്ജലിക്ക് മനസ്സിലായി. എന്നാൽ അശ്വിനേക്കാളും 2-3 വയസ്സ് മൂത്തതായിരുന്നു മീര. അതൊന്നും തന്നെ അവര് വലിയ കാര്യമാക്കുന്നില്ല. മീര അങ്ങോട്ട് മാറിയ സമയത്ത് അശ്വിനും മറ്റുള്ളവരോട് മീരയെ പറ്റി പറയുന്നുണ്ട്. അവളുടെ ഇൻട്രസ്റ്റ് അവനുണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ അഞ്ജലിയുടെയും രശ്നയുടെയും മാരേജ് നടക്കാൻ പോവുകയാണ്. അതിനു മുൻപുള്ള ബാച്ചിലർ പാർട്ടിയിൽ ഇവരെല്ലാവരും കൂടി ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ആ ഒരു യാത്രയിൽ വെച്ച് മീരയും അശ്വിനും കൂടുതൽ അടുത്തു. ഇവർക്ക് 4 പേർക്കും വേണ്ടിയിട്ട് 2 റൂം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു രാത്രിയിലാകട്ടെ രശ്നിയും അഞ്ജലിയും ചേർന്നിട്ട് ഒരു റൂമിലേക്ക് കയറുന്നു. മീരയുടെ ഡ്രസ്സെല്ലാം അവിടെയായിരുന്നു. അവരെ ശല്യപ്പെടുത്താനും വയ്യ. അത് കാരണം മീരയാകട്ടെ അന്ന് രാത്രി അശ്വിന്റെ റൂമിൽ നിൽക്കുകയാണ്. പക്ഷെ അപ്പുറത്തു നിന്നും അവരുടെ 2 പേരുടെയും ബഹളം കേൾക്കുന്ന കാരണം ആ റൂമിൽ നിൽക്കാൻ തന്നെ തോന്നുന്നില്ല. തൽക്കാലം അശ്വിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇവർ 2 പേരും പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ഇവർ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് അശ്വിനാകട്ടെ മീരയോട് ചോദിക്കുന്നുണ്ട് ആരാണ് ഈ ഗോപ്സ് എന്ന്. നീ എന്ന് നമ്മൾ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ ആ ഗോപ്സിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ മീര പറയുന്നുണ്ട് അത് തന്റെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ പേരാണെന്ന്. അവനുമായിട്ട് ബ്രേക്കപ്പ് ആയിട്ട് കുറച്ച് നാളായി. നീ സിംഗിൾ ആണെന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട് താനും അടുത്തിടെ ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണെന്ന്. രവീണയ്ക്ക് ശേഷം അവന്റെ ലൈഫിലേക്ക് കടന്നു വന്ന 2ാമത്തെ പെൺകുട്ടിയാണ് അവന്റെ കോളേജിൽ വെച്ച് പരിചയപ്പെട്ട ഈ ഒരു പെൺകുട്ടി. അശ്വിനും അഞ്ജലിയും കൂടെ നിൽക്കുന്ന സമയത്തല്ല ഈ പെൺകുട്ടി ഇവരുടെ അടുത്തേക്ക് വരികയും ഇവരെ കണ്ട് ചിരിച്ച് സംസാരിക്കുകയും അവരുടെ കൂടെ ഫ്രണ്ട്സ് ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓരോ തവണയും ഇവളുടെ നോട്ടവും സംസാരവും എല്ലാം കണ്ടു കഴിയുമ്പോൾ അവൻ വിചാരിക്കുന്നുണ്ട് ആ പെൺകുട്ടിക്ക് തന്നെ ഇഷ്ടമാണെന്ന്. അവനും അവളിൽ ഒരുപാട് അട്രാക്റ്റഡ് ആയി. അങ്ങനെ ഒരു ദിവസം ഈ പെൺകുട്ടിയാകട്ടെ ഇവനോട് വന്ന് പറയുന്നുണ്ട് കുറച്ച് നാളായിട്ട് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, എങ്ങനെ പറയുമെന്ന് കരുതിയിരിക്കുകയായിരുന്നു എന്ന്. ഞാൻ അഞ്ജലിയെ പ്രണയിക്കുന്നു. അത് കേട്ട് അശ്വിൻ ഞെട്ടിപ്പോയി. ആ പെൺകുട്ടി ഒരു ലെസ്ബിയൻ ആയിരുന്നു. അശ്വിന്റെ കൂടെ ഉണ്ടായിരുന്ന അഞ്ജലിയായിരുന്നു ഇത്രയും ദിവസം അവൾ നോക്കിക്കൊണ്ടിരുന്നതും പ്രണയിച്ചുകൊണ്ടിരുന്നതും. അതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അശ്വിനുമായിട്ട് അവൾ കൂട്ടുകൂടിയത്. അങ്ങനെ അവന്റെ ആ പ്രണയം പൊളിഞ്ഞു. ഇത് കേട്ടിട്ട് നമ്മുടെ മീര പൊട്ടിച്ചിരിക്കുകയാണ്. അവള് ലെസ്ബിയൻ ആയതിന്റെ ഒരു ക്ലൂ പോലും നിനക്ക് കിട്ടിയില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ സമയത്ത് ഒരു മണ്ടനായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ അവൾ തിരിച്ചവനോട് പറയുന്നുണ്ട് നീ മണ്ടനല്ല, നല്ല ക്യൂട്ടാണെന്ന്. അതും പറഞ്ഞ് ആ ഒരു മൊമെന്റിൽ അവൾ അവനെ കിസ് ചെയ്യുന്നു. എന്നിട്ട് കുറച്ചു നേരം ബാക്കിലേക്ക് കിടക്കുന്നു. എന്താ സംഭവിച്ചെന്ന് അവന് മനസ്സിലായില്ല. ചിലപ്പോൾ രവീണ തന്നെ കിസ് ചെയ്ത പോലെ ആ ഒരു മൊമെന്റിൽ അറിയാതെ അവൾ കിസ് ചെയ്തായിരിക്കാം. ചിലപ്പോൾ അവൾക്ക് തന്നോട് പ്രണയവുമായിരിക്കാം. എന്തായാലും അവരുടെ ആ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് അവരുടെ വണ്ടിയിൽ ഒരു വണ്ടി വന്ന് ഇടിക്കേണ്ടിയായിരുന്നു. അതിന്റെ പേരും പറഞ്ഞിട്ട് ആ വണ്ടിക്കാരുമായിട്ട് അശ്വിൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അശ്വിന്റെ വണ്ടി ഓടിച്ചിരുന്നത് ഒരു പാവൻ ഡ്രൈവർ ആയിരുന്നു. അയാളുമായിട്ടും ആ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോ അശ്വിൻ ഇടപെട്ടോ. ഇവനിങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കുന്ന കണ്ടതും മീര വല്ലാതെ പേടിച്ചു. അവൻ അത്രയധികം ദേഷ്യപ്പെടുകയായിരുന്നു. മീരയുടെ മനസ്സിലൂടെ തന്റെ അങ്കിളിന്റെ മുഖം കടന്നു പോകുന്നു. അച്ഛന്റെ മരണശേഷം അങ്കിളായിരുന്നു ഇവരുടെ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. അങ്കിൾ എപ്പോഴും മീരയോടും അവളുടെ അമ്മയോടും ദേഷ്യപ്പെടും. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വലിച്ചെറിയും. അതുപോലെ ഇവിടെ അശ്വിനും ആകട്ടെ ഇവരുമായിട്ട് വഴക്കുണ്ടാക്കി അവിടെ കിടന്നൊരു കല്ലെടുത്ത് ഇവരുടെ വണ്ടിയിലേക്ക് എടുത്തെറിയുന്നു. അതോടുകൂടി മീര വല്ലാതെ പേടിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് വണ്ടിയെടുത്ത് പോയതും മീരയാകട്ടെ വണ്ടിയിലിരുന്ന് അവനെ കുറെ വഴക്ക് പറയുന്നു. അവര് നമ്മുടെ വണ്ടിയിൽ ഇടിച്ചു എന്ന് കരുതിയിട്ട് അവരുടെ വണ്ടിയുടെ ചില്ല് നീ പൊട്ടിക്കാൻ പാടില്ലായിരുന്നു. നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ അവരെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫ്ലൈറ്റ് കയറി പോകും. അവർ ഈ ഡ്രൈവറെ എന്തെങ്കിലും ചെയ്താലോ? എന്നാൽ ഇത് കേട്ട് അവൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഈ ഡ്രൈവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ അവരോട് ഫൈറ്റ് ചെയ്തതെന്ന്. കുറച്ചുനേരം അവർ തമ്മിൽ വഴക്കുണ്ടാക്കി. എന്നാൽ ഫ്ലൈറ്റിൽ കയറി കഴിയുമ്പോൾ മീരയാകട്ടെ അവനോട് പറയുന്നുണ്ട് ഞാൻ നേരത്തെ കുറച്ച് ഓവറായിരുന്നു, എല്ലാത്തിനും സോറി എന്ന്. ഒരു വഴക്കുണ്ടാക്കിയ ശേഷം പെട്ടെന്ന് തന്നെ അവൾ സോറി പറഞ്ഞ് ആ വഴക്ക് അവസാനം
അവസാനിപ്പിച്ചത് അവൻ ഇഷ്ടപ്പെട്ടു. അല്ലാതെ തന്റെ അമ്മയുടെ അച്ഛനെയും പോലെ ഒരു കാര്യവും പറഞ്ഞ് വഴക്കുണ്ടാക്കി ആ വഴക്ക് നീട്ടിക്കൊണ്ടു പോയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവള് തന്റെ ലൈഫിലെ പെർഫെക്റ്റ് പാർട്ണർ ആയിരിക്കുമെന്ന് അവൻ കരുതുന്നു. ട്രിപ്പ് കഴിഞ്ഞു വന്ന അവനാകട്ടെ തന്റെ അങ്കിള് മുരളിയോട് അവളെ പറ്റി സംസാരിക്കുന്നു. അതിനുശേഷം അശ്വിനും മീരയും വീണ്ടും പലപ്പോഴും കണ്ടുമുട്ടിയിരുന്നു. അവന് ഫിലിം ഡയറക്ഷനിലും സ്ക്രിപ്റ്റ് റൈറ്റിംഗിലും ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നറിഞ്ഞിട്ട് അവൾ അവനെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നു. നിന്റെ വർക്കെല്ലാം അടിപൊളിയാണെന്നും ഞാൻ വായിച്ച് ഒരുപാട് രസിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവനാകട്ടെ അവളോട് ചോദിക്കുന്നുണ്ട്, അന്ന് നമ്മുടെ ട്രിപ്പിൽ വെച്ചത് നീ എന്നെ കിസ് ചെയ്തത് വെറുതെ തമാശക്കാണോ അതോ സീരിയസ് ആയിട്ടാണോ എന്ന്. എന്നാൽ അവൾ വീണ്ടും അവനെ കിസ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് താൻ സീരിയസ് ആണെന്ന്. അങ്ങനെ പതിയെ പതിയെ ഇവർ രണ്ടുപേരും ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു. ദിവസങ്ങൾ കടന്നുപോയി. അവർക്കിടയിലെ പ്രണയം കൂടി വന്നു. അതിനിടയ്ക്ക് വീട്ടുകാരറിയാതെ അശ്വനാകട്ടെ ഒരു ഡയറക്ടറുടെ അസിസ്റ്റന്റ് ആയിട്ട് കയറുകയും ചെയ്തു. വലിയ വഴക്കുകളൊന്നും ഇല്ലാതെ പോകുന്ന അശ്വിന്റെ മീരയുടെ ഇടയിലേക്ക് വലിയൊരു വഴക്ക് കടന്നു വരികയാണ്. അശ്വിൻ തന്റെ ഡയറക്ഷനെ കുറിച്ചും താൻ ചെയ്ത വർക്കുകളെ കുറിച്ചും എല്ലാം തന്നെ മീരയോട് വാദോരാതെ സംസാരിക്കുന്നു. അതിന്റെ ഫോട്ടോസും മറ്റും കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ അവളാകട്ടെ എന്തോ വലിയ വിഷമത്തിലായിരുന്നു. അതൊന്നും തന്നെ അവൻ മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. അവൾ അശ്വിനോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയാണ്. തന്റെ അങ്കിള് വലിയ ദേഷ്യക്കാരനാണ്. നേരത്തെ ദേഷ്യം വരുമ്പോൾ സാധനങ്ങളൊക്കെ എറിഞ്ഞു പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലെ ആകട്ടെ എന്തോ ഒരു വഴക്കുണ്ടാക്കി അമ്മയെ അടിക്കാൻ വരെ തുടങ്ങി. എന്റെ അമ്മയുടെ US വിസ റിന്യൂ ചെയ്യേണ്ടെന്നാണ് അങ്കിള് പറയുന്നത്. അത് അനാവശ്യ ചെലവാണെന്നൊക്കെ പറയുന്നു. പക്ഷെ ഞാൻ അവരുടെ കാശിൽ എടുക്കുന്നത് എന്റെ അച്ഛന്റെ കാശാണ്. എന്നാൽ അവരാകട്ടെ അത് കൈക്കലാക്കി വെച്ചിരിക്കുകയാണ്. ഇവളിങ്ങനെ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം തന്നെ അശ്വിൻ തന്റെ ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യുകയായിരുന്നു. അവന്റെ വർക്കിനെ പറ്റി സംസാരിക്കുകയായിരുന്നു. തന്റെ അച്ഛനുണ്ടാക്കിയ കാശില് തന്റെ അങ്കിളിനൊരു കണ്ണുണ്ടെന്നൊക്കെ അവള് പറയുന്നു. അതുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത്. അതിന്റെ ഇടയ്ക്ക് അശ്വിനെ രസ്ന വിളിക്കുന്നു. അവനാകട്ടെ ഇവള് പറയുന്നൊന്നും കേൾക്കാതെ ആ ഫോണും എടുത്ത് തന്റെ വർക്കിനെ പറ്റി സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ മീരയ്ക്ക് ദേഷ്യം വരുന്നു. അവള് തന്റെ ലൈഫിലെ പ്രശ്നം പറയുമ്പോൾ അതൊന്ന് കേൾക്കാൻ പോലും നിൽക്കാതെ അവൻ ചാറ്റ് ചെയ്യുകയും ഫോൺ ചെയ്യുകയും ചെയ്യുകയായിരുന്നു. കോള് കട്ട് ചെയ്തിട്ട് അവൻ വന്ന് അവളോട് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ പറയുന്നുണ്ട്, നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം, അവരെല്ലാം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അവൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താണെന്നോ അവളുടെ വിഷമം എന്താണെന്നോ ഒന്നും തന്നെ അവൻ കേൾക്കാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ നിന്നില്ല. ആ ടോപ്പിക്ക് തന്നെ അവൻ മറന്നു കളഞ്ഞു. ആ ദേഷ്യം അവളുടെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. പിന്നീട് ഇവന്റെ വർക്ക് തുടങ്ങി കഴിഞ്ഞപ്പോൾ അവന്റെ അച്ഛനാകട്ടെ ഇവനിങ്ങനെ അസിസ്റ്റന്റ് ആയിട്ട് കയറിയതെല്ലാം അറിഞ്ഞിട്ട് അവിടേക്ക് വരികയും സെറ്റിൽ വെച്ചിട്ട് അവന്റെ മുഖത്തടിച്ച് അവരുമായിട്ട് വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നു. അവന്റെ അച്ഛനോട് ഏതൊരു ജോത്സ്യം പറഞ്ഞ പ്രകാരം ഇവനാകട്ടെ US പോയി ജോലി ചെയ്തെങ്കിൽ മാത്രമേ ഇവന് നല്ല നിലയിലെത്താൻ പറ്റൂ. അല്ലാതെ ഈ സിനിമാ പരിപാടിയായിട്ട് നടന്നു കഴിഞ്ഞാൽ അവൻ എങ്ങും എത്തില്ല എന്നാണ് ആ ജോത്സ്യം പറഞ്ഞിരിക്കുന്നത്. അവൻ വീട്ടിലെത്തി കഴിയുമ്പോഴും ഇതിന്റെ പേരിൽ വഴക്കുണ്ടാക്കുന്നു. അവന്റെ അച്ഛൻ ജോത്സ്യമൊക്കെ നോക്കിയിട്ടാണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ ആ ബിസിനസ് എല്ലാം തകർന്നുപോയി. ഇപ്പൊ എന്റെ ജീവിതവും തകർക്കാൻ നോക്കുകയാണെന്ന് അവൻ പറയുന്നു. അച്ഛനോട് ഇങ്ങനെ എതിർത്ത് സംസാരിക്കരുതെന്ന് അവന്റെ അമ്മ പറയുമ്പോൾ അവനാകട്ടെ അവന്റെ അമ്മയോട് പറയുന്നുണ്ട്, ജീവിതകാലം മുഴുവൻ അച്ഛൻ പറയുന്നതും കേട്ട് അമ്മ അടിമയെ പോലെ കഴിയുമായിരിക്കും. എന്നെ അതിന് കിട്ടില്ല എന്ന്. നിങ്ങൾ ഇന്നേ വരെ ഇയാൾ ഉണ്ടാക്കുന്ന പ്രശ്നത്തിനൊന്നും തന്നെ തിരിച്ചു പറഞ്ഞിട്ടില്ലല്ലോ. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു. അവന്റെ അമ്മയ്ക്കും ഒന്നും പറയാനില്ലായിരുന്നു. കാരണം അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റാണ്. ഇത്രയും കാലവും അവരവരുടെ ഹസ്ബൻഡിനെ സഹിച്ചു തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ദേഷ്യത്തിൽ അവന്റെ അച്ഛൻ അവനോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അവൻ അവിടെ നിന്ന് തന്റെ സാധനങ്ങൾ എടുത്ത് മുരളി അങ്കിളിന്റെ കൂടെ താമസമായി. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് മീരയാകട്ടെ അവനെ ആശ്വസിപ്പിക്കാൻ മുരളി അങ്കിളിന്റെ വീട്ടിലേക്ക് എത്തി. അവൻ ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടായിക്കൊണ്ടാണ് അവള് വന്നത്. അവൻ പറയുന്നതല്ല അവൾ കേൾക്കുന്നുണ്ട്. അവന്റെ മൈൻഡ് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് അവള് പറയുന്നുണ്ട്, നീ തൽക്കാലം ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കെ, ഇഷ്ടപ്പെട്ട ആഹാരം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കഴിക്കാൻ. എന്നാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നീ ആഹാരത്തിന്റെ കാര്യം പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലിരിക്കുന്ന ഫുഡ് അവൻ തട്ടിത്തെറിപ്പിക്കുന്നു. മീര വല്ലാതെ പേടിക്കുന്നുണ്ട്. കാരണം അവളുടെ മനസ്സിലൂടെ അവളുടെ അങ്കിള് കാണിക്കുന്ന കാര്യങ്ങളാണ് കടന്നു പോകുന്നത്. അവളുടെ അങ്കിളും ഇതുപോലെ ആഹാരം തട്ടിത്തെറിപ്പിക്കുമായിരുന്നു. കയ്യിൽ കണ്ടതൊക്കെ എറിഞ്ഞു പൊട്ടിക്കുമായിരുന്നു. അപ്പോഴെല്ലാം തന്നെ അവൾ വല്ലാതെ പാനിക് ആവുകയും പേടിച്ച് ഒരു ഷോക്കിലേക്ക് പോവുകയും ചെയ്യും. അതേ അവസ്ഥ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അതുപോലൊരു വ്യക്തി തന്നെയാണ് താൻ സ്നേഹിക്കുന്ന അശ്വിനെന്നും അവൾ പതിയെ മനസ്സിലാക്കാൻ തുടങ്ങി. ഇങ്ങനെ ആരെങ്കിലും അവളോട് ഓവറായിട്ട് ദേഷ്യപ്പെടുന്നതോ കയ്യിൽ കണ്ടതൊക്കെ എടുത്തെറിയുന്നതോ ഒന്നും തന്നെ അവൾക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. പേടിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി. മീര പല കാരണങ്ങൾ കൊണ്ടും അവളുടെ അങ്കിളുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവളുടെ US വിസയ്ക്ക് വേണ്ടിയിട്ട് കാശെടുക്കാൻ നേരത്ത് അവളുടെ അങ്കിൾ സമ്മതിക്കില്ല. അവളുടെ അച്ഛന്റെ കാശ് തന്നെയാണ് അവൾ ചെലവാക്കുന്നത്. പക്ഷെ അയാൾ അതിൽ നിന്ന് കൈയിട്ട് വരാൻ ശ്രമിക്കുകയായിരുന്നു. ഇയാളുടെ ടോർച്ചർ കാരണമാണ് ഇവളുടെ അമ്മ പോലും മാനസികമായിട്ട് കുറെ പ്രശ്നങ്ങൾ അനുഭവിക്കുകയും ഇപ്പോൾ കുറെ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ആ വഴക്കിനിടയിൽ അയാളാകട്ടെ ഇവളുടെ അമ്മയെ പിടിച്ച് തള്ളുകയും അവർക്ക് നല്ല രീതിയിൽ പരുക്ക് പറ്റുകയും ചെയ്യുന്നുണ്ട്. അവള് ദേഷ്യപ്പെട്ട് അമ്മയും കൂട്ടി വീട് വിട്ടിറങ്ങി. അവിടെ നിന്ന് നേരെ ഒരു ഹോട്ടലിലേക്ക് പോകുന്നു. അവിടെ വെച്ചെല്ലാം തന്നെ അവളാകട്ടെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് അശ്വിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അശ്വിനാകട്ടെ ഫോൺ എടുത്തിട്ട് അവള് പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല. അവന്റെ കൊളീഗ്സിനോടും മറ്റും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് നീ പറയുന്ന കേൾക്കുന്നില്ല, ക്ലിയർ ആയിട്ട് പറയാന്നൊക്കെ പറയുന്നു. അവള് പലതവണ പറയാൻ ശ്രമിച്ചു. അവനാകട്ടെ വേറെ ശ്രദ്ധയിലായിരുന്നു. പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. അത് കാരണം മീരയുടെ ഉള്ള ദേഷ്യം കൂടി. അമ്മയെ സേഫ് ആയിട്ട് ഇരുത്തിയ ശേഷം അവളാകട്ടെ വീണ്ടും വന്ന് അശ്വിനെ മീറ്റ് ചെയ്യുന്നു. ദേഷ്യപ്പെട്ടിരിക്കുന്ന അവളോട് കാര്യം അന്വേഷിക്കുന്നു. അവൻ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി, അവിടെ ചാർജർ ഇല്ലായിരുന്നു, നെറ്റ്വർക്ക് ഇല്ലായിരുന്നു എന്നൊക്കെ അവൻ പറയുന്നു. എന്നാൽ ഞാൻ അത്രയും തവണ വിളിച്ചപ്പോൾ എന്തെങ്കിലും എമർജൻസി ആണെന്ന് നീ കരുതണമായിരുന്നു എന്നാണ് അവള് പറയുന്നത്. അവൾ നടന്ന കാര്യങ്ങൾ പറയുന്നു. തൽക്കാലം അമ്മ ഹോട്ടലിലാണ്. അവിടെ നിന്ന് ഞാൻ കൺവിൻസ് ചെയ്ത് അഞ്ജലിയുടെ വീട്ടിലേക്ക് അമ്മയെ കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ ആംബുലൻസ് വിളിച്ചാണ് അമ്മയെ കൂട്ടിക്കൊണ്ടുപോയതെന്നും അല്ലാതെ സാധാ വണ്ടിയിൽ കൂട്ടിക്കൊണ്ടുപോയാൽ തന്റെ അങ്കളങ്ങാനും ഫോളോ ചെയ്തു വന്നാലോ എന്നൊക്കെ വിചാരിച്ചുവെന്നും അവൾ
അവൾ പറയുന്നു. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് അശ്വിൻ ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആ നേരത്തെ നിനക്ക് അങ്ങനെയൊക്കെ ഐഡിയ തോന്നിയല്ലേ, നല്ല കോമഡി ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ ഇവനിങ്ങനെ തമാശ പറയുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ പേരിൽ അവൾ വഴക്കുണ്ടാക്കുന്നു. നിനക്ക് എപ്പോഴൊക്കെ ആവശ്യം വന്നിട്ടുണ്ടോ ഞാൻ അപ്പോഴെല്ലാം അവൈലബിൾ ആയിട്ട് നിന്നിട്ടുണ്ട്. പക്ഷെ എന്റെ ഒരു കാര്യത്തിനും നീ എന്റെ കൂടെ നിന്നിട്ടില്ല. എപ്പോഴും എന്നെ ഇഗ്നോർ ചെയ്തിട്ടേ ഉള്ളൂ. എപ്പോഴും നീ ബിസി ആയിരുന്നു. അത് പറഞ്ഞ് അവൾ ചൂടായപ്പോ അവന് ദേഷ്യം വരുന്നു. എന്തിനാ നീ എന്റെ അടുത്ത് ചൂടാകുന്നതെന്ന് ചോദിക്കുന്നു. തന്നോട് ചൂടാകാത്തൊരു പെൺകുട്ടിയെ തനിക്ക് ആവശ്യമെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടി അവസാനം അവളുടെ മുഖത്തടിക്കാൻ വേണ്ടിയിട്ട് അവൻ കൈവരെ പൊക്കുന്നുണ്ട്. ദേഷ്യത്തിൽ എന്തൊക്കെയോ എടുത്തെറിയുന്നു. നീ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്റെ അങ്കിളിനെയാണ് ഓർമ്മ വരുന്നതെന്ന് അവൾ പറയുന്നു. ആ റാസ്കലിനെ എന്നെ നീ കമ്പയർ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും കൈപൊക്കുന്നു. അവള് പേടിച്ചിരിക്കുകയാണ്. പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടിയെന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെടുമ്പോ പേടിച്ച് അവൾ അവിടെ നിന്ന് ഓടിപ്പോയി. ഞാനിനി മുതൽ നിന്നെ വെറുക്കുമെന്നും ലൈഫിൽ ഒരിക്കലും നിന്നെ സ്നേഹിക്കില്ല എന്നും നിന്റെ അടുത്തേക്ക് വരില്ലെന്നും പറഞ്ഞിട്ടാണ് അവള് പോയത്. അവൻ അതുവരെ കഥ പറഞ്ഞു നിർത്തിയതും വിഷ്ണുവിശാൽ പറയുന്നുണ്ട് ഈ കഥ കൊള്ളാമെന്ന്. ഈ പറഞ്ഞ രണ്ട് ക്യാരക്ടേഴ്സും ഒരിക്കലും ചേരാതിരിക്കുന്നതാ നല്ലത്. അവരൊരിക്കലും ഒന്നിക്കാൻ പാടില്ല. സിനിമയുടെ ഇന്റർവെല് കൊള്ളാം, ഇനി നീ ബാക്കി കഥ പറ. എന്നാൽ ഇത് കേട്ടിട്ട് അവൻ പറയുന്നുണ്ട് ഇത് സിനിമയുടെ ഇന്റർവെൽ അല്ല, ഇതാണ് സിനിമയുടെ എൻഡെന്ന്. അവർ തമ്മിൽ ബ്രേക്കപ്പ് ആകുന്നിടത്താണ് ഈ സിനിമ അവസാനിക്കുന്നത്. അത് കേട്ടതും വിഷ്ണുവിന് ആ ഒരു സ്റ്റോറി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് ഈ കഥ കഴിഞ്ഞ് മുന്നോട്ടൊരു കഥയുമില്ല. കാരണം ഇത് എന്റെ ജീവിതകഥ തന്നെയാണ്. അതിലെ നായകനും ഞാൻ തന്നെയാണ്. മീരയും ഞാനും പിരിഞ്ഞിരിക്കുകയാണ്. നിങ്ങളൊരു ലവ് സ്റ്റോറി പറയണമെന്ന് പറഞ്ഞപ്പോൾ എന്റെ കയ്യിൽ വേറെ കഥയില്ലാത്ത കാരണം ഞാൻ എന്റെ തന്നെ സ്റ്റോറി പറഞ്ഞതാ. സിനിമയുടെ എൻഡ് ഇപ്പോൾ ഇതാണ്. ഇതിന് മുന്നോട്ട് ഇനി എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ വിഷ്ണു പറയുന്നുണ്ട് അങ്ങനെയായാ പറ്റില്ല. ഇത് നിന്റെ കഥയാണെങ്കിൽ ഇതിന്റെ ബാക്കി നിനക്ക് തന്നെ എഴുതി പൂർത്തീകരിക്കാൻ പറ്റും. അവൾ ആഗ്രഹിച്ച പോലെ ഒരു വ്യക്തിയായി നിനക്ക് മാറിക്കൂടെ? അവളുമായിട്ട് വീണ്ടും നിനക്ക് ഒന്നിക്കാൻ ശ്രമിച്ചുകൂടെ? കാരണം ഇതുവരെ കേട്ടതിൽ വെച്ചിട്ട് കൂട്ടത്തിൽ നീയാണ് നല്ല ടോക്സിക്. അവളിപ്പോൾ മണിപ്പാൽ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അവിടെ വർക്ക് ചെയ്യുന്ന അവളെ പോയി കണ്ട് വീണ്ടും ഈ കഥ പുനരാരംഭിക്കണമെന്ന് വിഷ്ണു പറയുന്നു. എന്നാൽ അതൊരിക്കലും ശരിയാവില്ല എന്നാണ് അശ്വിൻ പറയുന്നത്. എന്നാൽ വിഷ്ണു പറയുന്നുണ്ട് നിനക്ക് ഈ കഥയുമായിട്ട് മുന്നോട്ട് പോകണം, ഇത് സിനിമയാക്കണമെന്നുണ്ടെങ്കിൽ നീ എന്തായാലും അവളെ കാണണം. അത് കഴിഞ്ഞ് നടക്കുന്ന കാര്യങ്ങൾ ഈ സിനിമയുടെ ഇന്റർവെലിന് ശേഷമുള്ള കഥയായിട്ട് എഴുതിയെങ്കിലേ പറ്റൂ. പക്ഷെ അശ്വിന് മീരയെ പോയി കാണാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ ആ കഥ അവിടെ വിട്ടു. വീണ്ടും മുന്നോട്ട് അവന്റെ ജോലിയുമായിട്ട് പോയി. അതിനിടയ്ക്ക് ലോക്ക്ഡൌണും മറ്റും വന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അവൻ വീണ്ടും അവന്റെ വർക്കൊക്കെ പുനരാരംഭിച്ചു. ഇപ്പോൾ അവൻ അസിസ്റ്റ് ചെയ്യുന്ന പടത്തിലെ നായകനും വിഷ്ണു ആയിരുന്നു. ഷൂട്ടിങ്ങിനിടെയൊക്കെ വിഷ്ണു അശ്വിനോട് ആ കഥയെപ്പറ്റി പറയുമായിരുന്നു. നീ അത് ഇപ്പോഴെങ്കിലും പൂർത്തിയാക്കിയെന്ന് ചോദിക്കും. എന്നാൽ അവൻ അതിനെപ്പറ്റി ഒന്നും മിണ്ടില്ല. അവന്റെ ഡയറക്ടർ ആകട്ടെ അശ്വിനോട് പറയുന്നുണ്ട് ഈ വിഷ്ണു പറഞ്ഞ കഥ നീ പൂർത്തിയാക്കുകയാണെങ്കിൽ നിനക്ക് ആ സിനിമ ചെയ്യാലോ. എന്തിനെങ്ങനെ വാശി പിടിച്ച് നിൽക്കുന്നത്? അത് നല്ല കഥയാണെന്നാ വിഷ്ണു പറഞ്ഞത്. നീ മാക്സിമം അയാളുടെ ഡേറ്റ് എടുത്തിട്ട് ആ കഥ പൂർത്തിയാക്കി ആ സിനിമ ചെയ്യാൻ നോക്ക്. അവൻ അതൊന്നും സീരിയസ് ആക്കി എടുത്തില്ല. അങ്ങനെ ഒരു ദിവസം ഇവരെല്ലാം കൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു മൂവിയുടെ സ്റ്റോറി. ആ സ്റ്റോറിയിൽ കൊള്ളക്കാരനായ നായകനാകട്ടെ പോലീസുകാരനായ ഒരു വ്യക്തിയുടെ മകളെ പ്രണയിക്കുകയും അവൾക്ക് വേണ്ടിയിട്ട് തന്റെ എല്ലാ മോശ സ്വഭാവവും വിട്ട് നല്ലൊരു വ്യക്തിയായിട്ട് ആ പോലീസുകാരന്റെ അടുത്ത് പോയി നിങ്ങളുടെ മകളെ താൻ പ്രണയിക്കുന്നു എന്നുള്ള കാര്യം തുറന്നു പറയുകയും ചെയ്യുന്നു. അവൾക്ക് വേണ്ടി താൻ എല്ലാ രീതിയിലും മാറിയെന്നും പറയുന്നു. അങ്ങനെ ഒരു നല്ല എൻഡിംഗ് ആയിരുന്നു ആ മൂവിക്കുള്ളത്. എന്നാൽ ഇത് കേട്ട് അശ്വിൻ പറയുന്നുണ്ട് അങ്ങനെ പ്രണയിക്കുന്നവർക്ക് വേണ്ടി ആരെങ്കിലും സ്വന്തം സ്വഭാവം മാറ്റുമെന്ന്. എന്നാൽ ഡയറക്ടർ പറയുന്നു ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ എന്ത് ചീത്ത സ്വഭാവം പോലും പലപ്പോഴും മാറ്റാൻ തയ്യാറാകും. അയാളുടെ ആ ഒരു ഡയലോഗ് അശ്വിന്റെ ഉള്ളിലേക്ക് കയറുന്നു. താൻ ഇത്രയും കാലം മീരയ്ക്ക് വേണ്ടിയിട്ട് മാറാൻ തയ്യാറായിരുന്നില്ല. തന്റെ ദേഷ്യവും ആ സ്വഭാവവും ഒന്നും തന്നെ മാറ്റിയില്ല. ഒരുപക്ഷെ ഇവരെല്ലാവരും പറയുന്ന പോലെ താൻ മാറിയെന്ന് മീരയെ പറഞ്ഞ് ബോധിപ്പിക്കുകയാണെങ്കിൽ അവൾ ചിലപ്പോൾ തന്നിലേക്ക് തിരിച്ചു വരും. തന്റെ കഥ പൂർത്തിയാകും. ഇവിടെ വിഷ്ണുവും തന്റെ അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട് കഥ പറയുമ്പോഴെല്ലാം തന്നെ അശ്വിന്റെ മനസ്സിൽ അവളോടുള്ള പ്രണയം ഞാൻ കണ്ടതാണെന്ന്. അവൻ ഇപ്പോഴും മനസ്സുകൊണ്ട് മീരയെ പ്രണയിക്കുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവൻ അവളുടെ അടുത്തേക്ക് തിരിച്ചു പോകുന്നത് തന്നെ നല്ലത്. അങ്ങനെ നമ്മുടെ അശ്വിനാകട്ടെ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ രണ്ടും കൽപ്പിച്ച് മീരയെ പോയി കാണാൻ തന്നെ തീരുമാനിക്കുന്നു. രസ്നിയും കൂട്ടി അവൻ നേരെ പോകുന്നത് അവൾ വർക്ക് ചെയ്യുന്ന മണിപ്പാൽ എന്ന സ്ഥലത്തേക്കായിരുന്നു. മീര യാദൃച്ഛികമായിട്ട് അവിടെ വെച്ച് അവനെ കണ്ടതും അശ്വനെ നോക്കി അവൾ അധികം ഒന്നും സംസാരിക്കുന്നില്ല. രസ്നിയെ നോക്കിയാണ് സംസാരിക്കുന്നത്. അഞ്ജലിയും രസ്നിയും വിവാഹം കഴിച്ചതോടുകൂടി മീരയും ഇപ്പോൾ രസ്നിയുടെ ഒരു റിലേറ്റീവായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് അവളെ കാണാൻ വന്നതാണെന്നാണ് രസ്ന പറയുന്നത്. ഇവിടെ വരെ ഞങ്ങളൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ നോക്കാൻ വേണ്ടി വന്നതാ. അപ്പോഴാണ് നീ ഇവിടെ ജോലി ചെയ്യുന്ന കാര്യം അഞ്ജലി പറഞ്ഞത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടതേ ഉള്ളൂ. ഇപ്പോൾ താൻ ഡ്യൂട്ടിയില്ല, വൈകിട്ട് നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് മീര പറയുന്നു. അവള് വലിയ രീതിയിലൊന്നും തന്നെ അശ്വിനെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും വൈകിട്ട് അവളുടെ വീട്ടിലേക്ക് വരുന്നു. എന്നാൽ വീട്ടിൽ ചെല്ലുമ്പോൾ വാതിൽ തുറക്കുന്നത് അവളുടെ എക്സ് ആയിട്ടുണ്ടായിരുന്ന ആ ഗോപ്സ് ആണ്. അവന്റെ ഫുൾ നെയിം ഗോപാൽ എന്നായിരുന്നു. അവനെ കണ്ടതും അശ്വിൻ ആകെ ഒന്ന് വല്ലാതെയായി. പിന്നെ കൂടുതൽ സംസാരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഗോപാലും മീരയും പഴയ ആ റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും തിരിച്ചുപോയെന്ന്. അവരിപ്പോൾ വീണ്ടും പഴയ പോലെ കാമുകന്മാരാണ്. ഇവിടെ അടുത്താണ് അവൻ താമസിക്കുന്നതും. അതുകൊണ്ട് അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇവിടേക്ക് വരും. മീരയുടെ അമ്മ എവിടെയാണെന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ അമ്മ വല്യച്ഛന്റെ വീട്ടിലാണെന്നാണ് അവള് പറയുന്നത്. മീരയും ഗോപാലും ഒന്നിച്ച കാരണം അശ്വിൻ ഇനി മീരയുടെ ലൈഫിൽ ഒരു ചാൻസും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഉടനെ തന്നെ മീരയുടെ ജന്മദിനം വരുന്നുണ്ട്. അന്നത്തെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഗോപാലാകട്ടെ അശ്വിനെ ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അവനെ ഇടിക്കാനുള്ള ദേഷ്യം അശ്വിന്റെ മനസ്സിലുണ്ട്. പക്ഷെ അവൻ അതെല്ലാം തന്നെ കടിച്ചമർത്തി. ആദ്യം പാർട്ടിക്ക് പോകണ്ടെന്ന് വിചാരിച്ചെങ്കിലും പിന്നീട് അവളെ ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ട് അവൻ പാർട്ടിക്ക് പോയി. എന്നാൽ ആ പാർട്ടിയിൽ വെച്ച് മീരയ്ക്ക് കൂടി സർപ്രൈസ് കൊടുത്തുകൊണ്ട് ഗോപാല് എല്ലാവരോടും
എല്ലാവരോടും പറയുന്നുണ്ട് മീരയും താനും US പോവുകയാണെന്നും അവൾക്ക് US വിസ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കും ചേർത്ത് വിസ കിട്ടും, അവിടെ പോയി 3 വർഷം റെസിഡൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈസൻസ് കിട്ടും, ഞങ്ങൾക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാമെന്നൊക്കെ ഇവർ പറയുന്നു. അവനും ഡോക്ടറായിരുന്നു. പിന്നെ ഞങ്ങൾ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഗോപാലായി മാറുമെന്ന് പറയുന്നുണ്ട്. മീരയ്ക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു. ഇവൻ ഇതെല്ലാം തന്നെ തീരുമാനിച്ച കാര്യം മീര അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് കേട്ട് ഏറ്റവും കൂടുതൽ വേദനിച്ചത് അശ്വനാണ്. അവൾ ഉടനെ തന്നെ ഗോപാലിനെ വിവാഹം കഴിക്കാൻ പോവുകയാണ്. ഇനി ഒരു രീതിയിലും അവൾ തന്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല. മീര ആകെ ഡിസ്റ്റർബ്ഡ് ആയി. പിറ്റേന്ന് അവിടെ നിന്നും പോകുന്നതിന് മുമ്പ് ഇവർ ഒരു തവണ കൂടി കാണുന്നു. റെസ്റ്റോറന്റിലേക്ക് അവള് വരുന്നിടം വരെ അവൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഓർഡർ ചെയ്യാൻ പറഞ്ഞെങ്കിലും അവളും കൂടെ വന്നിട്ട് ഓർഡർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. നേരത്തെ എല്ലാവർക്കും വേണ്ടിയിട്ട് അവൻ ഒറ്റയ്ക്ക് ഓർഡർ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പൊ മറ്റുള്ളവരുടെ ഇഷ്ടവും കൂടി മനസ്സിലാക്കി ഓർഡർ ചെയ്യാനാണ് അവൻ ഇഷ്ടപ്പെടുന്നത്. നിന്റെ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞെന്ന് ചോദിക്കുമ്പോ അവൻ പറയുന്നുണ്ട് താൻ ഇവിടെ വർക്കിന് വേണ്ടി വന്നതല്ല, ഞാൻ ഇവിടെ നിന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണെന്ന്. എന്നിട്ട് അവൻ അവളോട് എല്ലാത്തിനും സോറി ചോദിക്കുന്നു. ഞാൻ നിന്നോട് അനാവശ്യമായിട്ട് ദേഷ്യപ്പെട്ടിരുന്നു, ഒരുപാട് മോശമായിട്ടാണ് പെരുമാറിയിരുന്നത്, അതെല്ലാം തെറ്റാണെന്ന് എനിക്കിത് മനസ്സിലായി, അതുകൊണ്ട് എല്ലാത്തിനും സോറി. അതിനുശേഷം അവൻ അവിടെ നിന്നും തിരിച്ചു വന്നു. എന്നിട്ട് അവൻ ഈ സ്റ്റോറി എല്ലാം വിഷ്ണുവിനോട് പറയുന്നു. ഞങ്ങൾ തമ്മിൽ ഇനി ഒരിക്കലും ഒന്നിക്കില്ല, എന്റെ സ്റ്റോറിയിലും അങ്ങനെ എനിക്ക് എഴുതാൻ പറ്റില്ലല്ലോ, കാരണം റിയാലിറ്റിയല്ലേ ഞാൻ സ്റ്റോറി ആക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും നീ ചെയ്തത് വളരെ നല്ല കാര്യമാണെന്ന് വിഷ്ണു പറയുന്നു. സ്നേഹിച്ച പെണ്ണ് മറ്റൊരുത്തനെ സ്വീകരിക്കുമ്പോൾ അവളോട് പക വീട്ടാൻ വേണ്ടിയിട്ട് പലതും ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നീ നിന്റെ തെറ്റ് മനസ്സിലാക്കി അവളോട് പോയി സോറി പറഞ്ഞല്ലോ. പക്ഷെ ഇവിടെ മീര വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അവളുടെ ആ ഒരു വേദനയ്ക്ക് കാരണം അശ്വൻ ആയിരുന്നില്ല. അന്ന് ബർത്ത്ഡേ പാർട്ടിയില് ഗോപാല അവളോട് പറഞ്ഞ ചില കാര്യങ്ങളും അതിനുശേഷം നടന്ന ചില സംഭവങ്ങളുമായിരുന്നു. ഇനിയാണ് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. പാർട്ടി കഴിഞ്ഞ് എല്ലാവരും പോയപ്പോ അവൾക്കാകട്ടെ ഗോപാൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ചില ഡോക്യുമെന്റ്സ് കിട്ടുന്നു. അവൻ ഓൾറെഡി വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് റിജക്റ്റ് ആയി. അതിനുശേഷമാണ് അവൻ വീണ്ടും ഇവളുമായിട്ട് കമ്പനിയാകുന്നതും ഇവളോട് പഴയ പോലെ പ്രണയത്തിലാകുന്നതും വീണ്ടും ഇവളുടെ അവിടുത്തെ US വിസയുടെ ഹെൽപ്പോട് കൂടി അവളുടെ ഹസ്ബൻഡ് ആണെന്നുള്ള രീതിയിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്തത്. ആ പേപ്പേഴ്സ് എല്ലാം കണ്ടതോടുകൂടി അവൾക്ക് മനസ്സിലായി അവൻ വീണ്ടും തന്റെ ലൈഫിലേക്ക് വന്നത് തന്നോടുള്ള പ്രണയം കൊണ്ടല്ല, US പോകാൻ വേണ്ടിയിട്ട് അവളുടെ ഹെൽപ്പ് ആവശ്യമുണ്ടായിരുന്നു. അവളെ യൂസ് ചെയ്യുകയായിരുന്നു അവൻ. അവൾ ഇതെല്ലാം തന്നെ അവന്റെ മുന്നിൽ കാണിക്കുകയും അതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നു. അവസാനം അവന്റെ വായിൽ നിന്ന് തന്നെ സത്യങ്ങളെല്ലാം വരുന്നു. അവൻ ഇവളുടെ അടുത്തേക്ക് രണ്ടാമത് വരുന്നതിന് മുൻപ് തന്നെ അവന്റെ US വിസ റിജക്ട് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവളുടെ കൂടെ വീണ്ടും റിലേഷൻഷിപ്പിലേക്ക് കടന്ന് അവളുടെ ഹെൽപ്പോട് കൂടി US പോകാനുള്ള പ്ലാനിംഗ് ആയിരുന്നു അവന്റേത്. ഗോപാല് തന്നെ യൂസ് ചെയ്യുകയായിരുന്നു എന്ന് മനസ്സിലാക്കി അവളാകട്ടെ അവനുമായിട്ടുള്ള എല്ലാ ബന്ധവും അവിടെ അവസാനിപ്പിച്ചു. അന്ന് രാത്രി ഈ സംഭവങ്ങളെല്ലാം നടന്ന ശേഷമാണ് അവൾ അശ്വിനെ കാണാൻ വീണ്ടും പോയത്. അപ്പോഴാണ് അശ്വിൻ ഇവളോട് എല്ലാത്തിനും സോറി പറഞ്ഞതും അശ്വിൻ പഴയതിൽ നിന്ന് ഒരുപാട് മാറിയെന്നും ഗോപാലിനെ പോലെ അവൻ തന്നെ യൂസ് ചെയ്തില്ലല്ലോ എന്നൊക്കെ അവളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു. അതേസമയം ഇവിടെ അശ്വിനാകട്ടെ അവന്റെ അമ്മയോട് സംസാരിക്കുന്നുണ്ട്. അമ്മ ഇനിയും അച്ഛന്റെ ഈ ദേഷ്യമെല്ലാം സഹിച്ച് കടിച്ചു പിടിച്ച് കഴിയേണ്ട കാര്യമില്ല, കുറച്ചുനാൾ അച്ഛനിൽ നിന്ന് മാറി നിൽക്ക്, അങ്ങനെയാണെങ്കിൽ അമ്മയുടെ വില എന്തായാലും അച്ഛൻ മനസ്സിലാക്കും. അവൻ പറയുന്നത് ശരിയാണെന്ന് അവർക്കും തോന്നി. അവർ തൽക്കാലം അവരുടെ ഹസ്ബൻഡിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കുന്നു. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം തന്നെ അശ്വിന് വളരെയധികം വേദനയുള്ള ദിവസങ്ങളായിരുന്നു. അവനെ സംബന്ധിച്ച് മീരയുടെയും ഗോപാലിന്റെയും വിവാഹം കഴിഞ്ഞു കാണുമെന്നും അവൾ US പോയെന്നൊക്കെയാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ അവൻ അവന്റെ ജോലിയിലേക്ക് കടന്നു കഴിയുമ്പോൾ ഒരു ദിവസം അവന് അഞ്ജലിയുടെ കോള് വരുന്നു. മീരയുടെ അമ്മ അവിടെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു, അവരവിടെ അകത്ത് ബോധം കെട്ട് കിടക്കുകയാണെന്നാണ് ജോലിക്കാരി പറയുന്നത്. എനിക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല, നീ പറ്റുമെങ്കിൽ ഒന്ന് പോയി ഹെൽപ്പ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ അവൻ അവിടേക്ക് ചെല്ലുകയും അവിടുത്തെ ഓട്ടോമാറ്റിക് ഡോർ ആകട്ടെ തുറന്നിട്ട് ഉള്ളിലേക്ക് കടന്ന് മീരയുടെ അമ്മയെ രക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അഞ്ജലിയുടെ അടുത്ത് നിന്നും മീര അറിയുന്നുണ്ട് തന്റെ അമ്മയെ ഹെൽപ്പ് ചെയ്തത് അശ്വനാണെന്ന്. അവൾ അശ്വിനെ വിളിച്ചൊരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് കോൾ ചെയ്യുന്നു. പക്ഷെ ആ സമയത്ത് അശ്വിൻ ഫോൺ എടുത്തില്ലായിരുന്നു. അവൻ അവിടെ ഫോൺ മറന്നു വെച്ചിട്ട് പോയ കാരണം അവന്റെ അങ്കിളാണ് ഫോൺ എടുക്കുന്നത്. അശ്വിൻ എവിടെ നിന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്, പുറത്തു പോയെന്നൊക്കെ അയാൾ പറയുന്നു. എന്നാൽ അതിന്റെ ഇടയ്ക്ക് അയാളാകട്ടെ അവളോട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരുടെയും പ്രണയത്തെക്കുറിച്ചുള്ള കഥയാണ് അശ്വിൻ വിഷ്ണു എന്ന് പറയുന്ന ആക്ടറിനോട് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു കാര്യം നിന്നോട് പറയാനോ അതിനെപ്പറ്റി സംസാരിക്കാനും വേണ്ടിയൊക്കെയാണ് അന്നവൻ നിന്നെ കാണാൻ മണിപ്പാലിലേക്ക് വന്നതെന്ന്. ഇത് കേട്ടതും അവൾ ദേഷ്യപ്പെടുന്നു. അവളോട് അവൻ പറഞ്ഞത് അവളെ കാണാനാണ് വന്നതെന്നാണ്. പക്ഷെ ഇപ്പോൾ പറയുന്നു സിനിമയ്ക്ക് വേണ്ടിയിട്ടും കഥയ്ക്ക് വേണ്ടിയിട്ടുമാണ് അവൻ വന്നതെന്ന്. അതിനർത്ഥം അശ്വിൻ വീണ്ടും തന്നോട് കള്ളം പറഞ്ഞിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ആകെ ദേഷ്യത്തിലായി. ഗോപാലിനെ പോലെ തന്നെ അശ്വിനും അവന്റെ കരിയറിന് വേണ്ടിയിട്ടും ആ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും തന്നെ യൂസ് ചെയ്യുകയായിരുന്നു എന്ന് അവൾക്ക് തോന്നാൻ തുടങ്ങി. വീട്ടിലേക്ക് തിരിച്ചെത്തിയ അശ്വിനാകട്ടെ അങ്കിളിന്റെ അടുത്തു നിന്നും ഈ കാര്യങ്ങൾ അറിയുന്നു. നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയെന്ന് അശ്വിനും ചോദിക്കുന്നു. അവന് എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുകയാണ്. അതിനിടയ്ക്ക് മീരയാകട്ടെ തന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുകയും ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ പോവുകയും ചെയ്യുന്നുണ്ട്. അവൾ തന്റെ വിഷമം കാരണം കുറെ കുടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ ഇടയ്ക്ക് അവളുടെ ഫ്രണ്ട് ആകട്ടെ അവൾ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. നീ ഇത് കാണാൻ പറയുന്നുണ്ട്. അത് വിഷ്ണുവിന്റെ ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അതിൽ വിഷ്ണു ആകട്ടെ തനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടും ചെയ്യാൻ പറ്റാതെ പോയ ഒരു തിരക്കഥയെ പറ്റി പറയുന്നുണ്ട്. അത് നമ്മുടെ അശ്വിന്റെയും മീരയുടെയും ലവ് സ്റ്റോറി ആയിരുന്നു. എന്തുകൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യാത്തതെന്ന് അവതാരക ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നത് ആ തിരക്കഥ എഴുതിയ വ്യക്തിക്ക് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു. അതിന്റെ കാരണം എന്താണെന്നും അയാൾ വ്യക്തമാക്കി. അശ്വിന്റെയും മീരയുടെയും ലവ് സ്റ്റോറി സിനിമയായി പുറത്തു വരികയാണെങ്കിൽ അശ്വിനും മീരയ്ക്കും ഇടയിൽ നടന്ന പേഴ്സണൽ മൊമെന്റ്സും ഫിസിക്കൽ മൊമെന്റ്സും ഒക്കെ ഉറപ്പായിട്ടും സിനിമയിലൂടെയും പുറത്തു വരും. വിവാഹം കഴിച്ച് മറ്റൊരാളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്ന അവളുടെ ലൈഫിൽ അത് ചിലപ്പോൾ പ്രശ്നങ്ങൾ
പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും. ഒന്നുമല്ലേലും ഒരു നിമിഷമെങ്കിലും അവളുടെ ഹസ്ബൻഡ് നീ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ലേ, ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു ചോദ്യം പോലും അവളുടെ നേരെ വരാൻ പാടില്ല. അതുകൊണ്ട് ഇത്രയും നല്ലൊരു കഥയായിട്ട് പോലും അശ്വിൻ ഈ സിനിമ ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. അത്രയധികം അവൻ അവളെ പ്രണയിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം വീഡിയോയിലൂടെ കണ്ട അവളാകട്ടെ ആകെ ഞെട്ടിത്തെറിച്ചു. തനിക്ക് വേണ്ടി അവൻ ഇങ്ങനെ വരെ ചിന്തിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് അവൾക്ക് ശരിക്കും വിഷമം തോന്നി. താൻ അവനെ ഒരുപാട് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അവൾ ഇതിനെപ്പറ്റിയെല്ലാം അഞ്ജലിയോട് വിളിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. അഞ്ജലിയും പറയുന്നുണ്ട് നീ അവനെ ഒരുപാട് തെറ്റിദ്ധരിച്ചതാണെന്ന്. അവൻ പഴയ പോലെയല്ല, ഒരുപാട് മാറിയിരിക്കുന്നു. ഒടുവിൽ അവനെ നേരിട്ട് കാണാൻ തന്നെ അവൾ തീരുമാനിക്കുന്നു. അങ്ങനെ അവന്റെ സെറ്റിലേക്ക് അവൾ വരികയാണ്. ആ സമയം അവരുടെ സെറ്റിലാകട്ടെ ഒരു ബോംബ് ബ്ലാസ്റ്റിന്റെ സീനായിരുന്നു ഷൂട്ട് ചെയ്യുന്നത്. കറക്റ്റ് ആ സമയത്താണ് അവൾ അവിടേക്ക് വരുന്നത്. അവളെ കണ്ടതും അശ്വിൻ അവളോട് വിളിച്ചു പറയുന്നുണ്ട് അവിടെ നിന്നും മാറാൻ, അവിടെ ഇപ്പോൾ ബ്ലാസ്റ്റ് നടക്കുമെന്ന്. എന്നാൽ അവൾ അതൊന്നും തന്നെ കേട്ടില്ല. അവളെ രക്ഷിക്കാൻ അവനും അവിടേക്ക് ഓടിച്ചെല്ലുന്നു. പക്ഷെ കറക്റ്റ് സമയത്ത് അവിടെ ബ്ലാസ്റ്റ് നടക്കുകയും എല്ലാവരും നിലവിളിക്കുകയും ചെയ്യുന്നു. അവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും പറ്റിയെന്ന് അവർ കരുതുന്നു. എന്നാൽ അത് വെറും ഒരു പൗഡർ ബ്ലാസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് വലിയ പരുക്കൊന്നും പറ്റിയില്ല. സാധാരണ നായകൻ നായികയെയാണ് രക്ഷിച്ചുകൊണ്ട് വരുന്നത്. ഇവിടെ നമ്മുടെ നായികയാണ് നായകനെ രക്ഷിച്ചുകൊണ്ട് വരുന്നത്. അത് കണ്ട് എല്ലാവരും ചിരിക്കുന്നു. ഇവർക്കൊന്നും പറ്റാത്തത് കൊണ്ട് എല്ലാവർക്കും സമാധാനമായി. അങ്ങനെ ഇവർ പരസ്പരം വീണ്ടും സംസാരിക്കുകയാണ്. അവനെ ഒരുപാട് തെറ്റിദ്ധരിച്ചതിൽ അവൾ അവനോട് സോറി പറയുന്നു. അതുപോലെ ഗോപാൽ അവളോട് ചെയ്ത കാര്യങ്ങൾ അവൾ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവർ പരസ്പരം വീണ്ടും ഒന്നിക്കുന്നു. അവരുടെ സ്റ്റോറിയും സിനിമയാക്കാൻ തീരുമാനിച്ചു. ഇവിടെ അശ്വിനെ രക്ഷിച്ചുകൊണ്ട് വന്ന നമ്മുടെ മീരയെ കണ്ടിട്ട് അവിടെ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സിനിമയിലും നായകൻ നായികയെ രക്ഷിക്കുന്നതിന് പകരം നായിക നായകനെ രക്ഷിക്കുന്ന രീതിയിൽ അവർ ഷൂട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്റെ അച്ഛനും അയാളുടെ തെറ്റുകളെല്ലാം മനസ്സിലാക്കി അവന്റെ അമ്മയും കൂട്ടി അവന്റെ അടുത്തേക്ക് വരുന്നതാണ്. അങ്ങനെ എല്ലാവരും ഒന്നിക്കുന്നിടത്ത് ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.